അളിയ നമ്മുടെ വെട്ടുകുഴിയുടെ മോനെയും പി ജോറിന്റെ മോളെയും കാണാനില്ല. ആ അത് ഞാൻ അറിഞ്ഞു. അളിയ അതല്ല പ്രശ്നം. ഇപ്പൊ വെട്ടുകുഴി പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നത് എന്തോന്ന് അറിയാം, നമ്മുടെ കൊടങ്ങാവിളയിലെ DDTയുടെ പ്രവർത്തകരെ ആ ഒരു രണ്ടുപേരെ കിഡ്നാപ്പ് ചെയ്ത് എവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലൂടെ പാർപ്പിച്ചിരിക്കണമെന്ന് അറിഞ്ഞത്. ആ നീ കൊടങ്ങാവിളയിൽ നിങ്ങൾ DDT പാർട്ടിയുടെ യൂണിറ്റുകാരൊക്കെ ഉണ്ടാ? ഖനാ സാർ ഇത് എന്താ അറിഞ്ഞിട്ടാ? അത് കുറെ നാൾ മുമ്പേ നമ്മുടെ ക്ലീറ്റസ് കുറെ ബന്ധുക്കളെയും കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ വെച്ച് ഞങ്ങൾ നല്ലൊരു യൂണിറ്റ് അങ്ങ് ഉണ്ടാക്കി. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര സ്ട്രെങ്താ. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഒരു വാർഡ് ഞങ്ങൾ ഇങ്ങ് പിടിക്കും. ഇരുന്ന സമയത്ത് മാത്രമേ അവർ കാര്യമായി പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ ഖനാ സാറേ എന്ത് പ്രശ്നമെന്ന് അറിയാമോ, ഈ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഈ വെട്ടുകുഴിയും നമ്മുടെ DDTയുടെ പ്രവർത്തകരും തമ്മിൽ കുറെ ചെറിയൊരു കശപശം ഉണ്ടായി. അതിന്റെ ഒരു വൈരാഗ്യം ഇപ്പം വെട്ടുകുഴി അങ്ങ് തീർക്കുക, അല്ലാതെ വേറൊന്നുമല്ല. അളിയ ഇതൊന്നും അറിഞ്ഞില്ലേ? ഞാൻ ഇന്നലെ ഒന്നും പാർട്ടി ഓഫീസിൽ ഇറങ്ങിയില്ലല്ലോ. മാത്രമല്ല അപ്പുക്കുട്ട സാർ ഞാനായിട്ട് ഫോണിൽ സാർ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമരവള പത്മനാഭൻ ചേട്ടൻ വെട്ടുകുഴിക്ക് ഉഗ്രം മറുപടി കൊടുത്തിട്ടുണ്ട്. പത്മനാഭൻ ചേട്ടൻ എന്താ പറഞ്ഞു? പത്മനാഭൻ ചേട്ടൻ പറഞ്ഞെന്തോന്ന് അറിയാമോ, ഈ വെട്ടുകുഴിയുടെ മോനെ നമ്മുടെ DDT പ്രവർത്തകരുടെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനം ആജീവനാന്ത കാലം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി സംസ്ഥാന പ്രസിഡന്റ് പാർട്ടി സ്ഥാനമില്ല. അതെ. അല്ല, പാർട്ടിന്ന് പുറത്താക്കല്ലേ, വീട്ടിൽ നിന്ന് പുറത്താക്കൂലല്ലോ. അല്ല, ഖനാ സാർ ഇത് പറഞ്ഞ കേട്ട് കഴിഞ്ഞപ്പോൾ ക്ലീറ്റസ് ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നതാണല്ലോ പിള്ളേരെ. ഇത് അതൊന്നുമല്ല. എന്തളിയത്? എന്ത് പറ്റിയളിയത്? തലക്കറക്കം പോലെ ഒരു സാധാരണ ഞെട്ടൽ വരുമ്പോഴാണല്ലോ തലകറക്കം വരുന്നത്. അയ്യോ അളിയ എന്ത് അളിച്ച് വെള്ളം എടുക്കാം. എവിടെ പോണ? ഞാൻ എടുക്കും സാറേ, വേഗം അളിയ ഇത് എന്ത് പറ്റിയ വെള്ളം എടുത്താ? എന്റെ ഏട്ടാ ഞാൻ നല്ല തിരക്കില്ല. ജെസ്സിയുടെ കൊടുത്തു വിട്ടെ. ജെസ്സി വേണ്ട വേണ്ട, ഞാൻ വരാം. ജെസ്സി പിന്നെ സുലുവില്ലേ, സുലുവിന്റെ അനിയത്തി ജെസ്സി, നമ്മുടെ തമ്പിച്ചേട്ടന്റെ ഭാര്യ. എന്റെ അളിയ അത് അവർ ക്രിസ്ത്യാനിയല്ലല്ലോ. ക്രിസ്ത്യാനിയൊക്കെ ജെസ്സി എന്ന പേര് ക്രിസ്ത്യാനിയിലുണ്ട്, ഹിന്ദുവിലുണ്ട്, മുസ്ലിമിലുണ്ട്, ബ്രാഹ്മണരിലുണ്ട്. കേട്ടിട്ടില്ലേ ജെസ്സി നമ്പൂതിരി? ഉണ്ട്. അത് നേരെ തന്നെയാ. എന്റെ അനിയന്റെ മോന്റെ പേര് അനീഷ് എന്നാണ്. നമ്മുടെ സുഗതയുടെ മോന്റെ പേര് അനീഷ് എന്നാണ്. തലവേദന കുറവുണ്ടോ സാറേ? ഈ നമ്മുടെ അമരവിള പറഞ്ഞതുപോലെ ചെയ്യോന്നോ? കൊള്ളാം. അല്ലെ നമ്മുടെ ശക്തികുളവരെ യൂണിറ്റ് സെക്രട്ടറി സുദേവൻ ഇപ്പം തിണ്ണ നിരങ്ങുവാ. പാർട്ടിന്ന് കറിവേപ്പില എടുത്ത് കളയാനാണ് എടുത്ത് കളഞ്ഞത്. എന്തോ ഒരു കാര്യക്ഷമത എന്നുള്ള പ്രവർത്തനമായിരുന്നു. ഇപ്പൊ അവന്റെ ഭാവി പോയില്ലേ. ആദ്യം ഇനി നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാലും ശരി, പാർട്ടിനെ എടുത്ത് പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പുറത്താക്കിയിരിക്കും. അല്ലെ തല ചുറ്റിൽ കുറവില്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ കറക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? നിങ്ങളെ രണ്ടുപേരും കൂടെ എന്നെ കറക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ സാറേ വെള്ളം കൊണ്ടുപോകാ സാറേ. ഓ കുഴപ്പമില്ലടാ, വെള്ളം കുടിക്കുമ്പോ ശരിയാവും. കുടിയളിയ പെട്ടെന്നൊരു തലചുറ്റൽ വന്ന സാധാരണ അങ്ങനെ വരില്ല. ഞെട്ടലൊക്കെ വരുമ്പോഴാണ് ഈ തലചുറ്റൽ വരുന്നത്. എപ്പോഴേ വഴി കൂടെ വരുമെന്ന് ആർക്കറിയാം. പോയി സാഹചര്യം അങ്ങനെ വന്നു. എനിക്ക് ഇച്ചിരി ആശ്വാസമുണ്ട്. അളിയനെ ഇന്നലെ അങ്ങോട്ട് വരാത്തോണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരക്കി വന്നത്. പിന്നെ ഈ കാര്യം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് ഫോൺ വിളിച്ചാൽ തീർക്കാത്ത കാര്യം അളിയെ എടുക്കണ്ടേ? എത്ര വിളിച്ചാ ഫോൺ എടുത്ത് നോക്ക്. കുറച്ച് തിരക്കിട്ട കാര്യങ്ങളായി പോയി. എന്തെങ്കിലും പെട്ടെന്ന് എടുത്ത് വെച്ച് വരണ്ട, വിളിച്ചിട്ടൊക്കെ വന്നാൽ മതി. അതെ അതെ അതെ. ഓക്കെയോ? എന്ത് ഗ്ലാസ് കൊടു കുടിക്കട്ടെ? വെള്ളം വേണോ? വെള്ളം കുടിച്ചോ. വെള്ളം കുടിപ്പിച്ചിട്ട് കുടിച്ചോ, കുറച്ചേരം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ശരിയല്ലേ? കഴിച്ചു പോയിണ്ട. ശരി അപ്പൊ ശരി. എന്റെ കാര്യം പോയി. എവിടെ പോയി? എന്റെ രാഷ്ട്രീയ ഭാവി പോയിടേ. എടുത്ത് ചുമ്മാ ഇരുന്നേണ്ട. പത്മനാഭൻ പറഞ്ഞതുപോലെ പറഞ്ഞു. ഇതൊക്കെ ആളുകൾ ഓരോന്ന് പറഞ്ഞ നീ കൊണ്ട് ഉണ്ടായി. നമുക്കൊരു സാവകാശത്തിന് തീരുമാനം എടുക്കാൻ തീരുമാനം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. നീ സമാനപ്പെടും. എന്റെ രാഷ്ട്രീയ ഭാവി